അമ്മയുടെ വീട്ടിൽ ചെന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എൻ്റെ മുറ്റത്തേക്ക് നോക്കിയപ്പോൾ തന്നെ അടിപൊളി കാഴ്ച കേട്ടോ. ഇഷ്ടമുള്ള റോസാപ്പൂക്കളാണെങ്കിൽ പൂത്ത് പന്തലിച്ച് നിൽക്കുമായിരുന്നു. എനിക്കാണെങ്കിൽ ഹൈ റേഞ്ച് കൂടെ യാത്ര ചെയ്യുമ്പോഴത്തേന് ഏറ്റവും കൂടുതൽ ഇഷ്ടം എല്ലാവരും വീണ്ടും മുറ്റത്തേക്ക് നോക്കാൻ വേണ്ടിയാണ് കേട്ടോ. അടി കിട്ടുന്ന പരിപാടിയാണ്. പക്ഷേ ആണെങ്കിൽ അവിടുത്തെ പൂക്കൾ കാണുമ്പോഴത്തേ നമുക്ക് നോക്കാതിരിക്കാൻ തോന്നത്തില്ലല്ലോ. അങ്ങനെ പൂക്കളൊക്കെ ആസ്വദിച്ചിട്ടാണെങ്കിൽ ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേന് പായസം ഉണ്ടാക്കണം കേട്ടോ. അടപ്രഥമനാണ്. പക്ഷേ പായസത്തിൻ്റെ ശർക്കര വെളുത്താണെങ്കിൽ വെളുത്ത അടപ്രഥമനായിട്ടുണ്ട്. പക്ഷേ ടേസ്റ്റും കുറവൊന്നുമില്ലായിരുന്നു കേട്ടോ. അങ്ങനെ പായസം കൂടി കഴിഞ്ഞിട്ടാണെങ്കിൽ വൈകുന്നേരം ജസ്റ്റ് പുറത്തേക്ക് ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയേക്കുവാണ്. ഇവിടെ പിന്നെ എങ്ങോട്ട് ഇറങ്ങിയാൽ അടിപൊളി വ്യൂ ആണെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ. ഇപ്പോൾ ഞങ്ങളിന്ന് കൈലാസപ്പറയിലോട്ട് പോയത്. അവിടെ നല്ല വ്യൂ ഒക്കെ ആയിരുന്നു, നല്ല കോടയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കോടയൊക്കെ എൻജോയ് ചെയ്തിട്ടാണെങ്കിൽ നമ്മൾ തിരിച്ചിറങ്ങിയപ്പോൾ ഒരു കഫേലാണെങ്കിൽ കോഫി കുടിക്കാൻ വേണ്ടി കയറിയേക്കണം കേട്ടോ. ആദ്യം തന്നെ ഇച്ചാക്കൂട്ടനും ഐബുക്കൂട്ടാണെങ്കിൽ ഓരോ കിൻഡർജി കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പിള്ളേർക്ക് കിൻഡർജി കിട്ടിയതിനേക്കാളും കൂടുതൽ ആക്രാന്തമാണെങ്കിൽ നിങ്ങൾ വലിയവർക്ക് ടോയ്സ് ശരിയാക്കാൻ വേണ്ടിയായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു കോൾഡ് കോഫി ഓർഡർ ചെയ്തു. ഇനി ഒരിക്കലും ഞാൻ കോൾഡ് കോഫി ആഗ്രഹിക്കത്തില്ല. ഇതോടുകൂടി നിർത്തിയിട്ടുണ്ട് പരിപാടി. അങ്ങനെ കുറേ സ്നാക്സ് ഒക്കെ ഓർഡർ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ഈവനിങ് ആണെങ്കിൽ അടിച്ച് പൊളിച്ചിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ ബൈ ബൈ.